Hi friends, Assalamu alaikum. Welcome to my channel Baby's Kitchen. ഇന്ന് നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവരത് പഴകിയ എണ്ണയിലായിരിക്കും കൂടുതലും ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയിൽ നല്ല ക്രിസ്പി ആയിട്ട് ചിപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാൻ 4 പച്ച നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തൊലി കളയാൻ പറ്റും. തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കഴുകി. എന്നിട്ട് ഉണങ്ങിയ ഒരു തുണി വെച്ച് തുടച്ചിട്ടുണ്ട്. ഇങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റർ ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതാക്കി വളരെ നൈസാക്കി അരിഞ്ഞെടുക്കണം. നൈസാക്കി അരിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചിപ്സ് വളരെ കട്ടിയായി പോവും. ഇനി ഞാൻ ഇവിടെ ഒരു ബൗളിൽ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചിപ്സിന് ഒരു മഞ്ഞ കളർ വരാൻ വേണ്ടിയാണ്. ഇത് കൂടുതലായിട്ട് ഒഴിക്കരുത്, അപ്പോൾ കളർ മാറി ചിപ്സ് ഒരു ബ്രൗൺ കളറായി വരും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കായ വറുത്തെടുക്കാൻ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കായ വറുക്കാൻ ഓയിലിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക. ഫ്ലെയിം ലോ ഫ്ലെയിമിലും ആവരുത്, ഹൈ ഫ്ലെയിമിലും ആവരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാൻ. ഈ കായയുടെ ഉള്ളൊക്കെ എണ്ണ കുടിക്കാതെ ഒരേ രീതിയിൽ വേവിച്ചെടുക്കണം. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ അധികം തിളക്കാൻ നിൽക്കാതെ ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്തു വെച്ച കായ ഒന്ന് ഇട്ട് കൊടുത്ത് പൊങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കാം. പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കായ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് ക്രിസ്പിയായി വരുന്നത് അറിയാൻ പറ്റും. ഇതൊന്ന് ക്രിസ്പിയാവാൻ തുടങ്ങുമ്പോൾ 2 ടീസ്പൂൺ മഞ്ഞൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എണ്ണ പൊട്ടിത്തെറിക്കും, ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ക്രിസ്പിയായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല പോലെ ചിപ്സ് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ വീണ്ടും നമുക്ക് കായ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്ത് ഇതുപോലെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.